ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്ത് പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവാനായിട്ട് ചേച്ചിക്ക് ഒരു തേങ്ങ മനസ്സിലാവില്ലെന്ന് ഉള്ള കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ചേച്ചി എന്ത് തേങ്ങ സത്യത്തിൽ പറയുന്നത്? ചേച്ചിക്ക് എന്താ പറ്റിയത്? എന്തോ ചുമ്മാ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് ഇരുന്നെങ്കിൽ വിളിച്ച് പറയണം. എല്ലാവരും കൂടി വളച്ചൊടിച്ച് ലിവറിന്റെ കേസിലങ്ങ് കൊണ്ട് പിടിച്ചിടയാണ്. എടേ നിങ്ങള് സംസാരിക്കേ, എലിസബത്തിന് ഇങ്ങേരെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ക്രൂര പീഡനങ്ങളെ പറ്റിയിട്ട് സംസാരിക്കും. അതിന് നിങ്ങളെ നാക്ക് പൊങ്ങുന്നില്ലേ? നാക്കിൽ നിന്ന് പിരി വെട്ടിയിരിക്കുന്ന അതിനെപ്പറ്റിയൊന്നും സംസാരിക്കല്ല. പിന്നെ പൊസസീവ്നെസ്, ഞാൻ എല്ലാം പറഞ്ഞുതരാം. പൊസസീവ്നെസ് അല്ലേ ഇങ്ങേരെ അടുത്ത് 50-60 വയസ്സായ ആന്റിമാരെയും വിളിച്ചുകൊണ്ട് വന്ന് എലിസബത്തിന്റെ മുമ്പേ വെച്ച് പരിപാടി ചെയ്യുന്നു എന്നുള്ള കാര്യം എലിസബത്ത് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് കേട്ടോ. പുള്ളിപ്പോ ഒരു 55 വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ 19 വയസ്സായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്നുള്ളൂ. കുറെ കഥകളുണ്ട്. അപ്പൊ അവരിനൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇന്ന അമ്മയെ പോലെയാണ്, എൻ്റെ ചേച്ചീനെ പോലെയാണ്. ഓ, നിന്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ? മോള് നിന്റെ ഇതിനെ കുഴപ്പമുണ്ട്, പോയി മരുന്ന് കഴിച്ചോ, അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ആ സംഭവത്തിൻ്റെ ഇത് ഇടയിൽ ഓർമ്മ വന്നാണ് നമ്മൾ വിഷയത്തിൽ നിന്ന്. ഇങ്ങനെ ഒരാളെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യണ ഒരാളല്ല. 5-6 പേരിനെ ഒരേ ടൈമിൽ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യണ ആൾക്കാരാണ്. ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട് ഇന്നെ കുറിച്ച് അവര് വേറെ പെണ്ണുങ്ങൾ സംസാരിക്കണം. ആ ഡെവിളിന്റെ കയ്യിൽ നിന്ന് ആ ഡെവിളിനെ ഡിവേഴ്സ് ചെയ്തുകൂടെ, മനസമാധാനമായിട്ട് ജീവിച്ചുകൂടെ, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പെണ്ണുങ്ങൾ സമാധാനിപ്പിക്കണം. എന്നാ ഈ മെസ്സേജുകളും ഇതും ഒക്കെ ചിലപ്പോൾ ഇതിന്റെ മടിയിൽ കിടന്നിട്ടായിരിക്കും അയക്കുണ്ടാവുക. കേട്ടല്ലോ എലിസബത്ത് പറഞ്ഞേ. ഇതാണ് ആള്. ഇങ്ങേരടുത്ത് പൊസസീവ്നെസ് അല്ലേ? സൂപ്പർ, അടിപൊളി. ചേച്ചി എന്തായാലും കൊള്ളാം കേട്ടാ. അണ്ണന് വേണ്ടി കൊടി പിടിച്ച് അങ്ങ് നിൽക്കുകയാണ്. മിക്കവാറും അണ്ണൻ അന്ന് പറഞ്ഞില്ലേ ഇലക്ഷനൊക്കെ നിർത്തി വെക്കുമെന്ന്. ചേച്ചിയായിരിക്കും അടുത്ത് മന്ത്രിയാക്കാന്ന് പറഞ്ഞ് വാഗ്ദാനം തന്നത്. എങ്കിൽ നോക്കിയിരുന്നു. ഇപ്പൊ കപ്പ കിഴങ്ങ് വെച്ച് തരും നമ്മൾ അണ്ണാവെ പറഞ്ഞാഹാ ചേച്ചി ഇറക്കുമല്ലേ. ചേച്ചി നാണമില്ലേ? കാര്യം ഓർന്നിട്ട് സംസാരിക്കാൻ നോക്ക്. ഇങ്ങനെ നടന്ന് മെഴുകാൻ നിൽക്കാതെ. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ലിവറിലോട്ട് വളച്ചൊടിച്ചോണ്ട് പോവുകയാണ് നേരെ. അയ്യോ, ഇവനൊക്കെ വേണ്ടിയിട്ട് പണിയെടുക്കാൻ ഉളുപ്പില്ലേ? സ്ത്രീകൾക്ക് അപമാനമാകാതിരിക്കൂ. ഇവനെ പോലെയുള്ള ഒരുത്തനൊക്കെ വേണ്ടിയിട്ട് പണിയെടുത്തുള്ള വില സ്വയം കളയാതിരിക്കാൻ ശ്രമിക്കുക എന്നേ എനിക്ക് ചേച്ചി എടുത്ത് പറയാനുള്ളൂ. ഒരു വിരോധമില്ല. ചേച്ചി മേലാൽ ഇതുപോലത്തെ കന്നന്തിരികളും പരിപാടികളും കാണിച്ചുകൊണ്ട് വരാതിരിക്കുക. ചുമ്മാ എന്തിനാ ഇങ്ങനെ ഏറി കയറിയിട്ട് ക്ലിക്കാവുള്ള വല്ല പരിപാടിയാണ്. എന്തായാലും നടക്കട്ടെ, ചെറുക്കട്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയ വീഡിയോ ഇടണം.